ഓ ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. സദ്ഗുരും ബ്രഹ്മവിദ്വരം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം. യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പരമാനന്ദമാധവം. സർവവേദാന്തസിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. സദ്ഗുരും പ്രണതോസ്മ്യഹം. ധ്യാനാത്മകമായിട്ടുള്ള ഒരു 2-3 ശ്ലോകങ്ങൾ നമ്മൾ കണ്ടുവല്ലോ. 409 മുതൽക്കാന്ന് തോന്നുന്നു അല്ലേ? അതെ, അല്ല 409 മുതൽക്ക് നമുക്കൊന്ന് വായിക്കാം. 409 മുതൽ. കിമപി സതതബോധം കേവലാനന്തരൂപം നിരുപമം അതിവേലം നിത്യമുക്തം നിരീഹം നിരവധി ഗഗനാഭം നിഷ്കളം നിർവികൽപം ഹൃദി കലയതി വിദ്വാൻ ബ്രഹ്മപൂർണം സമാധോ പ്രകൃതി വികൃതിശൂന്യം ഭാവനാതീതഭാവം സമരസമസമാനം മാനസംബന്ധദൂരം നിഗമവചനസിദ്ധം നിത്യമസ്മത്പ്രസിദ്ധം ഹൃദി കലയതി വിദ്വാൻ ബ്രഹ്മപൂർണം സമാധോ അജരമമരമസ്താഭാവവസ്തുസ്വരൂപം സ്ഥിമിതസലിലരാശി പൃക്യമാക്യാവിഹീനം ശമിതഗുണവികാരം ശാശ്വതം ശാന്തമേകം ഹൃദി കലയതി വിദ്വാൻ ബ്രഹ്മപൂർണം സമാധോ. ഹൃദി കലയതി വിദ്വാൻ ബ്രഹ്മപൂർണം സമാധോ. അപ്പോൾ ഹൃദി കലയതി വിദ്വാൻ, ഹൃദി കലയതി, വിദ്വാനായിട്ടുള്ള ഒരാൾ തത്വത്തെ മനസ്സിലാക്കിയ, തത്വത്തെ സാക്ഷാത്കരിച്ച, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹമുള്ള ഒരു മഹാത്മാവ് എന്താ ചെയ്യുന്നത്? കലയതി, ധ്യാനിക്കുന്നു. എവിടെ ധ്യാനിക്കുന്നു? ഹൃദി കലയതി. എന്തിനെ ധ്യാനിക്കുന്നു? പൂർണ്ണബ്രഹ്മം. എങ്ങനെയുള്ളതാണ് ആ പൂർണ്ണബ്രഹ്മം? കിമപി, അത് ഒരിക്കലും വിശദീകരിക്കാനായിട്ട്, വാക്കുകളെ കൊണ്ട് വിശദീകരിക്കാനായിട്ടുള്ള ആയിട്ട് സാധിക്കില്ലാത്ത ആ തത്വം, അനുപമം ആയിട്ടുള്ള ആ തത്വം, സാന്ദ്ര ആനന്ദ അവബോധാത്മകം തത്വം, സതതബോധമായിട്ടുള്ള ആ തത്വം ആനന്ദസ്വരൂപമാണ്. അത് മറ്റൊന്നുമായിട്ട് മിശ്രിതമാകാത്ത ആനന്ദസ്വരൂപം, കേവലാനന്ദ. എന്തെങ്കിലും ഒരു ഉപമയുണ്ടോ? നിരുപമമാണത്, അനുപമമാണത്. അങ്ങനെയുള്ള ആ തത്വം, വിശദീകരിക്കാനാവാത്ത ആ തത്വത്തെ സതതബോധമായിട്ടുള്ള ആ തത്വത്തെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നു. എന്നിട്ടോ പിന്നെ പറഞ്ഞു, വികൃതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വികാരശൂന്യമാണ്. മായയുമില്ല അവിടെ, മായയുടെ കാര്യങ്ങളുമില്ല, മായയുടെ കാര്യവും ഒന്നുമില്ലാത്ത നിഷ്പ്രപഞ്ചമായിട്ടുള്ള അവസ്ഥ, ഭാവനാതീതമായിട്ടുള്ള ആ ഭാവം, ഉണ്മ മാത്രമായിട്ടുള്ള ആ സ്വരൂപ അവസ്ഥ,
അതിന് എന്താ ഇപ്പോൾ ആരെങ്കിലും നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനെന്തെങ്കിലും പ്രമാണമുണ്ടോ എന്നാണെങ്കിൽ ശബ്ദപ്രമാണം വേദത്താൽ അതറിയപ്പെടും. വേദമാകുന്ന പ്രമാണത്തിലൂടെ മാത്രമേ അതിനെക്കുറിച്ച് അറിയുവാനും സാധിക്കുകയുള്ളൂ. ആ അറിവ് നമ്മളെ ആ അനുഭവത്തിലേക്ക് കൊണ്ട് എത്തിക്കുകയാണ്. ഇപ്പോൾ വേദപ്രമാണത്താൽ വേദപ്രമാണം അതിനെ റിവീൽ ചെയ്യുകയാണ്. ഇപ്പോൾ പ്രാപ്തനായിട്ടുള്ള യോഗ്യനായിട്ടുള്ള ഒരു സാധകന് അതിനെ ഹൃദയത്തിൽ സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കും. നമുക്ക് സാധിക്കുന്നില്ല എങ്കിലോ യോഗ്യതയില്ല എന്നാണ്. അപ്പോൾ യോഗ്യതയില്ല എങ്കിൽ എന്താ ചെയ്യേണ്ടത്? യോഗ്യതയില്ല എങ്കിൽ യോഗ്യത ഉണ്ടാക്കണം, അല്ലേ? അതാ വേണ്ടത്. ഇനി 411 നമ്മൾ നല്ലതുപോലെ ഒന്ന് പറഞ്ഞില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അജം അജരമമരമസ്താഭാവവസ്തുസ്വരൂപം സ്ഥിമിത സലിലരാശി പ്രഖ്യമാഖ്യാവിഹീനം. അജരമമരമസ്താഭാവവസ്തുസ്വരൂപം സ്ഥിമിത സലിലരാശി പ്രഖ്യമാഖ്യാവിഹീനം. ശമിതഗുണവികാരം ശാശ്വതം ശാന്തമേകം ഹൃദി കലയതി വിദ്വാൻ ബ്രഹ്മപൂർണം സമാധോ. സമാധിയിൽ പൂർണ്ണ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നു. ആ ബ്രഹ്മം എങ്ങനെയാണ്? അജമാണത്. അത് അനാദിയാണ്, അല്ലെങ്കിൽ ജനിച്ചിട്ടുള്ളതോ അങ്ങനെയൊന്നുമല്ല, എപ്പോഴും ഉള്ളതാണ്. ജനനമുള്ള ഒരു വസ്തുവിന് മരണവും ഉണ്ടാകും, നാശവും ഉണ്ടാകും. ഇപ്പോൾ ജന്മാദി വികാരങ്ങളൊന്നുമില്ലാത്ത ആ തത്വം അസ്തഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഭാസം എല്ലാം അസ്തമിച്ചിരിക്കുകയാണ്. ആഭാസം എന്ന് വെച്ചാൽ ഈ കാണുന്ന ഈ പ്രകടമാകുന്നതെല്ലാം അസ്തമിച്ച അവസ്ഥയാണ്. ഒരു പ്രകടമാകലുമില്ല, എല്ലാം അടങ്ങിയ അവസ്ഥയാണ്. അല്ല എങ്കിൽ അസ്തഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭാവം അവസാനിച്ചു. അഭാവം അവസാനിച്ചു എന്ന് വെച്ചാലോ ഭാവരൂപമായിട്ടുള്ള ആ തത്വം മാത്രമേ എപ്പോഴും ഉള്ളൂ. ആ അവസ്ഥയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അവിടെ രണ്ടെന്നുള്ള വേറൊന്നുമില്ല, അതല്ലാതെ വേറൊന്നുമില്ല. എന്നിട്ടോ അജം അമരം അസ്തഭാവം സ്ഥിമിത സലിലരാശി, തിരമാലകളെല്ലാം അടങ്ങിയ നിസ്തരംഗജലരാശി. തിരമാലകളെല്ലാം നിഷ്കമ്പമാണത്, ഒരു തരത്തിലുള്ള കമ്പനമോ ഒന്നുമില്ലാത്ത ആ ഒരു ശാന്തി സ്വരൂപമായിട്ടിരിക്കുന്ന നിശ്ചലമായിട്ടിരിക്കുന്ന ആ ഒരവസ്ഥ. ആഖ്യാവിഹീനം, ഒരു തരത്തിലുള്ള നാമങ്ങളെ കൊണ്ടൊന്നും പറയാനായിട്ട് സാധിക്കുകയില്ല. പ്രകൃതിയുടെ ഗുണവികാരങ്ങളൊന്നുമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതി എന്ന് പറഞ്ഞാൽ സത്വവും രജസ്സും തമസ്സും ഒക്കെയാണ്. അതിൻ്റെ സാമ്യാവസ്ഥയിലിരിക്കുന്ന അവസ്ഥയിൽ പ്രകൃതി എന്ന് പറയും. ചിലപ്പോൾ സത്വമായിരിക്കും പ്രരൂഢമായിട്ടുള്ളത്, അല്ലെ സത്വം പ്രകടമാകും. സത്വഗുണത്തിൻ്റെ വികാരം സത്വമാണ് കൂടുതലെങ്കിൽ പലതരത്തിലുള്ള പുണ്യപ്രവർത്തികളിലും, അതല്ലെങ്കിൽ രജോ ഗുണമാണ് എങ്കിൽ മനസ്സെപ്പോഴും വിക്ഷിപ്തമായിരിക്കും. ഇനിയോ തമോ ഗുണമാണെങ്കിലോ നിദ്ര, ആലസ്യ, ഇങ്ങനെയൊക്കെയുള്ള ജഡത്വം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലായിരിക്കും. ഈ തരത്തിലുള്ള വികാരങ്ങളൊന്നും ഇല്ലാത്ത ആ മനസ്സിന് പലതരത്തിലുള്ള യോഗശാസ്ത്രത്തിലൊക്കെ പറയുന്നത് മനസ്സിന് ഏതാണ്ട് 5 അവസ്ഥകളുണ്ട്. പ്രക്ഷുബ്ധമായിട്ടുള്ള അവസ്ഥ, ഏകാഗ്രമായിട്ടുള്ള അവസ്ഥ, നിശ്ചലമായിട്ടുള്ള അവസ്ഥ. ഇതിനൊക്കെ അതീതമാണ്. ഇതൊക്കെ ഓരോ പ്രകൃതിയുടെ ഏതെങ്കിലും ഒരു ഗുണത്താലാണ് ഈ ഒരു അവസ്ഥയിലൊക്കെ നമ്മൾ എത്താനായിട്ട് സാധിക്കുക. അവിടെ പ്രകൃതിയുണ്ട്, പക്ഷെ അതിനുമൊക്കെ അതീതമായിട്ടുള്ള ആ ഒരു അവസ്ഥയാണത്. മനസ്സേ ഇല്ല. ഇതൊക്കെ മനസ്സിൻ്റെ ഭാവങ്ങളാണല്ലോ. മനസ്സേ ഇല്ല. മനസ്സുണ്ടെങ്കിലേ അശാന്തിയുള്ളൂ. ഇവിടെ ശാന്തി മാത്രമേ ഉള്ളൂ. കാരണം എന്താ? മനസ്സേ അവിടെ ഇല്ല. അപ്പോൾ ധ്യാനത്തിനായിട്ടുള്ള 3 ശ്ലോകങ്ങളാണ്. ഈ ശ്ലോകങ്ങളെ നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കി എന്നിട്ട് വീണ്ടും ഇങ്ങനെ അതിൻ്റെ തത്വങ്ങളെ അനുസന്ധാനം ചെയ്ത് തത്വത്തിൽ എത്താനായിക്കൊണ്ടിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അല്ലാതെ ഒരു വിദ്വാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥ വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാനാവാത്ത അതിനെ വർണ്ണിച്ചിരിക്കുന്നതാണ്. ഇത് ഇത്രയൊക്കെ ആയിരിക്കും സാധിക്കുകയുള്ളൂ ആചാര്യ ഭഗവാന്. ഇതിനേക്കാളും അപ്പുറത്തേക്ക് പറയാൻ പറ്റില്ലായിരിക്കാം. ഓക്കെ. ഇനി നമുക്ക് 412 ശ്ലോകം നോക്കാം. ഇത്രയും വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് കണ്ടതായിരുന്നു. സമാഹിതാന്തഃകരണസ്വരൂപേ വിലോകയാത്മാനമഖണ്ഡവൈഭവം വിച്ഛിദ്ധിബന്ധം ഭവഗന്ധഗന്ധിതം യത്നേന പുംസം സഫലീകുരുഷ്വ
സമാഹിതാന്തഃകരണസ്വരൂപേ സമാഹിതാന്തഃകരണസ്വരൂപേ വിലോകയാത്മാനമഖണ്ഡവൈഭവം വിച്ഛിന്തി ബന്ധം ഭവഗന്ധഗന്ധിതം യജ്ഞേന പുംസ്ത്വം സഫലീകുരുഷ്വ. സമാഹിത അന്തഃകരണഃ സമാഹിത അന്തഃകരണഃ സമാഹിത അന്തഃകരണഃ എന്ന് വെച്ചാലോ ആരാണോ മനസ്സിനെ സമാഹിതമാക്കി വച്ചിരിക്കുന്നത്, സമാഹിതമായിട്ടുള്ള അന്തഃകരണത്തോടു കൂടിയിട്ടുള്ളവൻ ആരാണോ അവൻ സമാഹിത അന്തഃകരണഃ. അപ്പോൾ ആരാണോ സമാഹിതമാക്കി അല്ലെങ്കിൽ അന്തഃകരണത്തെ പൂർണ്ണമായിട്ട് സ്ഥാപിച്ചിരിക്കുന്നു. എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്നാണെങ്കിലോ ആത്മാവിൽ സ്ഥാപിച്ചിരിക്കുന്നു. അന്ധഃകരണത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അന്ധഃകരണം അല്ലെ നമ്മളുടെ മനസ്സ് പലപ്പോഴും പല വിഷയങ്ങളിലാണ് ഇരിക്കുന്നത് അല്ലേ. മനസ്സിൽ പല പല കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിരിക്കുക. പക്ഷേ ഇവിടെയോ സമാഹിത സ്വരൂപത്തിൽ അന്ധഃകരണത്തെ സ്വരൂപത്തിൽ ലയിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരുവൻ സമാഹിത അന്തഃകരണസ്വരൂപേ സമാഹിതമായിട്ടുള്ള അന്ധഃകരണം എവിടെയാണ് സമാഹിതമാക്കിയിരിക്കുന്നത്? സ്വരൂപേ. സ്വരൂപം എങ്ങനെയാണ്? സതതബോധം അല്ലേ, നിരന്തരമായിട്ടുള്ള അല്ലെങ്കിൽ സദാ ഉണ്മയാകുന്ന സ്വരൂപത്തോടു കൂടിയിട്ടുള്ള അതിൽ ആത്മാവിനെ ലയിപ്പിച്ചിരിക്കുകയാണ്, മുക്കിയിരിക്കുകയാണ്. അല്ലെങ്കിൽ മനസ്സിനെ മുക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ മനസ്സ് അതിൽ വിലീനമായിരിക്കുകയാണ് ആ അവസ്ഥയിൽ. അങ്ങനെയുള്ള ഒരുവൻ എന്തെങ്കിലും കാണുമോ? വിലോകയ എന്ന് വെച്ചാൽ കാണുന്നു. എന്താ കാണുന്നത്? എന്തെങ്കിലും അവിടെ കാണാനായിട്ടുണ്ടാവുമോ? കാഴ്ചകളുണ്ടാകുമോ? എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ മങ്ങിയ കാഴ്ചകളാണോ ഇവിടെ ഉള്ളതൊക്കെ? അവിടെ എന്തെങ്കിലും വളരെ വ്യക്തമായ കാഴ്ചകൾ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ അവ്യക്തമാണെങ്കിൽ അവിടെ വ്യക്തമായിട്ടുള്ള കാഴ്ചയുണ്ട്. എന്താ അത്? വിലോകയാത്മാനമഖണ്ഡവൈഭവം. അഖണ്ഡവൈഭവം, ആത്മാനമഖണ്ഡവൈഭവം, അതാണ് അവിടെ ഉള്ളത്. അഖണ്ഡമായിട്ടുള്ള ഒന്നിനാലും ഖണ്ഡിക്കപ്പെടാത്തുള്ള ആ വൈഭവം, ആ ഒരു അവസ്ഥ, വൈഭവമായിട്ടുള്ള വൈഭവം എന്ന് വെച്ചിട്ടുണ്ട് എങ്കിലോ അത് ആ ഒരു തേജസ് അല്ലെങ്കിൽ എന്താ പറയുക തേജോരൂപമായിട്ടുള്ള, ഇനി അങ്ങനെയും പറയാൻ പറ്റില്ല, അതിൻ്റെ എന്താ ഇപ്പോൾ പറയുക വൈഭവം. അത് തന്നെ മലയാളത്തിൽ വൈഭവം, എത്ര വൈഭവമാണ് അവർക്കെന്നൊക്കെ പറയില്ലേ, ആ വൈഭവ അഖണ്ഡമായിട്ടുള്ള ആത്മാവിൻ്റെ വൈഭവം എത്രമാത്രം ഉണ്ട് എന്ന് സമാധിയിലിരിക്കുന്ന മഹാത്മാവ് അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് അതിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് ഒന്നും താല്പര്യമില്ല അല്ലേ. നമ്മളെപ്പോലെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് പലപ്പോഴും മഹാത്മാക്കൾ ആ ഒരവസ്ഥയെയും വിച്ഛേദിച്ചിട്ടാണ് ആ ഒരു ആനന്ദത്തെ, ആ ആനന്ദം സദാ നിലകൊള്ളുന്നതാണ് എങ്കിലും ആ ആനന്ദത്തിൽ മാത്രം മുഴുകിയിരിക്കാതെ നമ്മളെപ്പോലെ ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ട്, നമ്മൾക്ക് വേണ്ടിയിട്ട് പലപ്പോഴും മഹാത്മാക്കൾ ഗുരുദേവൊക്കെ ഹിമാലയത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നുവല്ലോ ഈ ജ്ഞാനപ്രചരണാർത്ഥം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവർ ആ ബോധ സ്വരൂപത്തിൽ തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമൊന്നുമില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ കൊടുത്താലും അവർക്കതൊരു പ്രശ്നമാകുകയുമില്ല. അതും പറയണമല്ലോ. അപ്പോൾ സമാഹിത അന്തഃകരണസ്വരൂപേ വിലോകയാത്മാനം അഖണ്ഡ വൈഭവം. ആ അഖണ്ഡമായിട്ടുള്ള ആത്മാവിൻ്റെ വൈഭവത്തെ അവിടെ സാക്ഷാത്കരിക്കുന്നു, അല്ലെങ്കിൽ അത് മാത്രം അവിടെ അനുഭവിക്കുന്നു. എന്നിട്ടോ വിച്ഛിന്തി ബന്ധം ഭവഗന്ധഗന്ധിതം. അവരാ അവസ്ഥയിലാണ് വിച്ഛേദിക്കപ്പെടുന്നത്. എന്താ വിച്ഛേദിക്കുന്നത്? ഗന്ധമൊന്നുമില്ല അവിടെ. ഇവിടെ എന്ത് ഗന്ധത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഭവഗന്ധഗന്ധിതം. ഈ ഗന്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി നല്ല ഗന്ധമൊന്നുമല്ല കേട്ടോ, സുഗന്ധമൊന്നുമല്ല, ദുർഗന്ധമാണ്. ഇതിൻ്റെ ദുർഗന്ധം സംസാരത്തിൻ്റെ ദുർഗന്ധമാണ്. സംസാരം എന്താണ്? സംസാരം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ ജനനം മരണം ജനനം പുനരഭി ജനനം പുനരഭി മരണം പുനരഭി ജനനി ജഡരേ ശയനം, ഇതാണ് സംസാരം. ഈ തരത്തിലുള്ള സംസാര ദുർഗന്ധങ്ങളൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണം എന്നുള്ളത് ദുഃഖമാണ്, ജനനം എന്നുള്ളത് സന്തോഷമാണ്.
ഒരു മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഈ സംസാരം എന്നുള്ളത് ഒരു ദുർഗന്ധമാണ്. ഈ ദുർഗന്ധം ഇല്ലാത്ത അവസ്ഥയാണ് എവിടെ സമാഹിത അന്ധഃകരണനായിട്ടുള്ള ഒരാൾ തൻ്റെ അന്ധഃകരണം സ്വരൂപത്തിൽ പ്രലീനമാക്കുമ്പോൾ അഖണ്ഡമായിട്ടുള്ള ആത്മാവിൻ്റെ വൈഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സംസാരമാകുന്ന ദുർഗന്ധമൊക്കെ അവിടെ വിച്ഛേദിക്കപ്പെടുകയാണ്. അതൊന്നും അവിടെ അനുഭവപ്പെടുന്നില്ല. എന്നിട്ട് എന്താ ഇനിയിപ്പോൾ ചെയ്യേണ്ടത്? വിച്ഛിന്തിബന്ധം ഭവഗന്ധഗന്ധിതം യത്നേന പുംസ്തം സബലീകുരുഷ്വ. അപ്പോൾ ഈ ഒരവസ്ഥ പ്രയത്നത്താൽ ഈ ഒരവസ്ഥയെ സഫലീകുരുഷ്വ. ആചാര്യഭഗവാൻ നമ്മളോട് ഉപദേശിക്കുകയാണ്, ഈ ഒരവസ്ഥ നേടിയെടുക്കൂ. ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് ഇത് നേടണമെന്ന് ഒരാഗ്രഹമെങ്കിലും വയ്ക്കൂ. മനുഷ്യജന്മത്തെ പ്രയോജനമാക്കി തീർക്കൂ. മനുഷ്യജന്മത്തിൻ്റെ പ്രയോജനം ഈ ഒരവസ്ഥ നേടുമ്പോഴാണ്. അപ്പോൾ മനുഷ്യജന്മം കിട്ടി, ലബ്ധ്വാ കഥഞ്ചിത് നരജന്മ ദുർലഭം. മനുഷ്യജന്മം കിട്ടി, ദുർലഭമായിട്ടുള്ള മനുഷ്യജന്മം കിട്ടി. അതൊരു ഫാക്റ്റാണ്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നരജന്മം എന്നുള്ളത് വളരെയധികം ദുർലഭമാണ്. തത്രാപി പുംസ്തം, അതിനേക്കാൾ ഏറെ ബുദ്ധിമുട്ടാണ് മനുഷ്യത്വമുള്ള ഒരു മനസ്സ് കിട്ടുക എന്നൊക്കെ ഉള്ളത്, അല്ലേ? എല്ലാവരോടും അല്ലെങ്കിൽ ഒന്നിനോടും അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത ഒരു സ്ഥിരമായിട്ടുള്ള ഒരു മനസ്സിനെ കിട്ടുക എന്നുള്ളത് അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. അപ്പോൾ തത്രാപി പുംസ്തം ശ്രുതിപാരദർശനം. ഇപ്പോൾ മനുഷ്യജന്മത്തെ എന്താ വേണ്ടത്, എന്താ ആക്കേണ്ടത്, അത് ആദ്യം നമ്മൾ പഠിച്ച ശ്ലോകമാണ് കേട്ടോ. മനുഷ്യജന്മത്തെ അതിനെ സഫലമാക്കൂ, സഫലീകുരുഷ്വ. അതിനെന്ത് വേണം? യത്നം ചെയ്യണം. ഇപ്പോൾ ഈ ജീവിതത്തിൽ ഇവിടെ എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ എത്രമാത്രം പ്രയത്നം ആവശ്യമാണ്, അല്ലേ? നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് പോലും എത്രമാത്രം പ്രയത്നം ആവശ്യമാണ്. അപ്പോൾ ഈ മനുഷ്യജന്മത്തിൻ്റെ സാഫല്യത്തിലെത്താനായിട്ട് പ്രയത്നിക്കൂ. യജ്ഞേന പുംസ്തം സഫലീകുരുഷ്വ. ഒന്നുകൂടി വായിക്കാം. സമാഹിതാന്തഃകരണസ്വരൂപേ വിലോകയാത്മാനമഖണ്ഡവൈഭവം വിച്ഛിന്തിബന്ധം ഭവഗന്ധഗന്ധിതം യജ്ഞേന പുംസ്തം സഫലീകുരുഷ്വ. സർവോപാധിവിനിർമുക്തം സച്ചിദാനന്ദമദ്വയം ഭാവയാത്മാനമാത്മസ്ഥം ന ഭൂയ കൽപ്പസേ ധ്വനേ. സർവോപാധി വിനിർമുക്തം സച്ചിദാനന്ദം അദ്വയം ഭാവയ ആത്മാനം ആത്മസ്ഥം ന ഭൂയഃ കൽപ്പസേ അധ്വനേ. അധ്വനേ എന്നുള്ളതിനിവിടെ എന്താ ആ ഒരു ജനന മരണ ചക്രമാകുന്ന ആ ഒരു കാര്യത്തിൽ സർവോപാധി വിനിർമുക്തം സച്ചിദാനന്ദമദ്വയം. അപ്പോൾ ഈ ഭാവയ എന്ന് വെച്ചാലോ ധ്യാനിക്കൂ, ഭാവയ ധ്യാനിക്കൂ, സാക്ഷാത്കരിക്കൂ. എന്തിനാ സാക്ഷാത്കരിക്കേണ്ടത്? ഭാവയ സാക്ഷാത്കരിക്കൂ. ആത്മാവിനെ സാക്ഷാത്കരിക്കണം. എവിടെയാണ് സാക്ഷാത്കരിക്കേണ്ടത്? ആത്മസ്ഥം, ഹൃദയത്തിലിരിക്കുന്ന ആത്മാവിനെ സാക്ഷാത്കരിക്കൂ. ഭാവയ എന്താ അത്? സർവ ഉപാധി വിനിർമുക്തം, ഉപാധിരഹിതമായിട്ടുള്ള ഉപാധികളൊന്നും ഇല്ലാത്തത്, അല്ലേ? ഉപാധി എന്ന് പറയുന്നത് ഈ നമ്മളുടെ അല്ലേ, നമ്മൾക്ക് പ്രവർത്തിക്കാനുള്ള ആ തത്വത്തിന് പ്രവർത്തിക്കാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഈ ഉപാധി എന്നുള്ളത്. ആ ഉപാധി ശൂന്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ പരമമായ തത്വത്തിൽ ഉപാധിയില്ല, ഉപാധിരഹിതമായിട്ടുള്ള ആ ഒരു ആത്മാവിനെ ആത്മസ്ത്വം ഹൃദയത്തിൽ ധ്യാനിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ, ആത്മാവിനെ ധ്യാനിക്കുകയാണ് എങ്കിൽ ന ഭൂയ കൽപ്പസേധ്വനേ. ഇനി വീണ്ടും ഈ സംസാരത്തിൽ ഇനി വീണ്ടും ഈ സംസാരത്തിലേക്ക് വീണ്ടും വരേണ്ടതായിട്ട് വരില്ല. അപ്പോൾ ഈ സംസാരത്തിലേക്ക് ഇനി വീണ്ടും ഇവിടെ നിന്ന് മാക്സിമം നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ദുഃഖമല്ലാതെ വേറെ പ്രത്യേകിച്ച് അനിത്യം, അസുഖം ലോകം, അല്ലേ? ഈ ലോകം വളരെ എന്താ പറയുക, കുറച്ച് സമയമൊക്കെ നമ്മൾക്ക് നല്ലതാണെന്ന് തോന്നുമെങ്കിലും
പലപ്പോഴും ഭൂരിഭാഗവും ദുഃഖമൊക്കെയാണ് ഈ ലോകത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലോകത്തിലേക്ക് വീണ്ടും വീണ്ടും തിരിച്ചു വരവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർക്കാൻ സാധിക്കില്ല, അല്ലേ? അപ്പം അങ്ങനെയെങ്കിൽ ഈ എന്ത് വേണം അതിനായിക്കൊണ്ടിട്ട് ഇനി തിരിച്ചു വരാതിരിക്കണമെങ്കിൽ ഭാവയ, ധ്യാനിക്കൂ, സാക്ഷാത്കരിക്കൂ. ആത്മസ്ഥം ഹൃദയത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ഉപാധിരഹിതമായ ഹൃദിസ്ഥിതമായിട്ടുള്ള ആത്മാവിനെ, സച്ചിദാനന്ദ രൂപമായിട്ടുള്ള ആത്മാവിനെ നിരന്തരം ഭാവയ, ധ്യാനിക്കൂ. അങ്ങനെയാണ് എങ്കിൽ ന ഭൂയ കൽപ്പസേധ്വനെ, ഇനി സംസാരത്തിലേക്ക് വരാനുള്ള ആ ഒരു യോഗ്യത ഉണ്ടാകില്ല. സംസാരത്തിലേക്ക് വരണമെങ്കിൽ കുറച്ച് യോഗ്യതയൊക്കെ വേണം. ആ യോഗ്യത വളരെ സമർത്ഥമായിട്ടുള്ള ഒരു യോഗ്യതയൊന്നുമല്ല, അല്ലേ? അപ്പോൾ ആ യോഗ്യത നമ്മൾക്ക് നഷ്ടപ്പെടുകയാണ്. ഇവിടെ വേറൊരു രീതിയിലാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. സംസാരത്തിലേക്ക് വരാനുള്ള യോഗ്യത നഷ്ടപ്പെടും. എങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ വീണ്ടും 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 ഹൃദയത്തിൽ ധ്യാനിക്കുകയാണ് എങ്കിൽ, ആത്മാവിനെ ധ്യാനിക്കുകയാണ് എങ്കിൽ. ഒന്നുകൂടി വായിക്കാം. സർവോപാധിവിനുർമുക്തം സച്ചിദാനന്ദമദ്വയം ഭാവയാത്മാനമാത്മസ്ഥം ന ഭൂയ കൽപ്പസേധ്വനേ ഛായേവ പുംസഃ പരിദൃശ്യമാനം ആഭാസരൂപേണ ബലാനുഭൂത്യാം ശരീരമാരാച്ഛവവത് നിരസ്തം പുനർന സംദത്ത ഇദം മഹാത്മാ ഛായേവ പുംസഃ പരിദൃശ്യമാനം ആഭാസരൂപേണ ബലാനുഭൂത്യാം ശരീരമാരാച്ഛവവത് നിരസ്തം പുനർന സന്ധത്ത ഇദം മഹാത്മാ. ശരീരം എന്താ വേണ്ടത്? ശരീരം ശവവത് നിരസ്തം, ശരീരം ശവവത്, ശരീരം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആത്മാവിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു മഹാത്മാവ് ഈ ശരീരത്തെ ശവം എന്ന പോലെ ഉപേക്ഷിക്കുന്നു. ശരീരം ശവം തന്നെയാണ്. ജഡമായിട്ടുള്ള ഇതിനെ ചൈതന്യവത്താക്കുന്നത് ആ തത്വത്താലാണ്. ആ തത്വത്തിൻ്റെ സാന്നിധ്യത്താൽ മാത്രമാണ് ഇത് ഇങ്ങനെ സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ മഹാത്മാക്കൾ ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ അവരെന്താ ചെയ്യുന്നത്? ഛായേവ പുംസഃ, ഛായേവ ഛായ ഇവ പുംസഃ പരിദൃശ്യമാനം, ഛായ ഇവ പുംസഃ, നിഴൽ പോലെ. നിഴലെപ്പോഴും നമ്മളുടെ ഛായ ഇവ, നിഴൽ പോലെ നമ്മുടെ കൂടെ എപ്പോഴും നിഴലുണ്ടാകുമല്ലോ, അല്ലേ? അപ്പോൾ എപ്പോഴും നമ്മളുടെ കൂടെയുള്ള ഈ ശരീരം, ആ ശരീരം എങ്ങനെയാണ്? ഛായേവ പുംസഃ പരിദൃശ്യമാനം ആഭാസരൂപം ഫലാനുഭൂത്യ. ഛായ ഏവ പുംസഃ പരിദൃശ്യമാനഃ ആഭാസരൂപേണ ഫലാനുഭൂത്യ. അപ്പം ഈ തരത്തിൽ തത്വത്തെ സാക്ഷാത്കരിച്ചിട്ടുള്ളവർ ഈ ശരീരം പ്രാരബ്ധ കർമ്മത്താൽ നേടിയതാണ്. ഈ ശരീരം പ്രാരബ്ധ കർമ്മത്താൽ നേടിയ ഈ ശരീരം ഇത് നമ്മെ ഛായ പോലെ പിന്തുടരുകയാണ്. നമ്മളെവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കൂടെ നിഴലുണ്ടാവും, അല്ലേ? ഇരുട്ടിന് അല്ലെങ്കിൽ പ്രകാശത്തിനനുസരിച്ചിട്ട് നിഴൽ ചിലപ്പോൾ വളരെ വലുതാകാം, ചെറുതാകാം, അങ്ങനെയൊക്കെ നമ്മൾക്ക് നിഴൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ നമ്മളെവിടെ പോകുമ്പോഴും നമ്മളുടെ പിന്നിലുള്ള, നമ്മളുടെ കൂടെയുള്ള നമ്മളുടെ ഛായ, ആ ഛായയെ ശരീരമാണ് എന്ന് അതാണ് എന്ന് ധരിച്ചിട്ടുണ്ടെങ്കിലോ, എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിലോ, നമ്മളിപ്പോൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഞാൻ ഈ ശരീരമാണെന്നാണ്. അവിടെ ഒന്നുകൂടി ഒരു തെറ്റിദ്ധാരണ കൊടുക്കുകയാണ്, ഈ നിഴലാണ് ഞാൻ എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എങ്കിൽ നടന്നു പോകുകയാണ്. ഒരു വാഹനം വന്നു, ആ നിഴലിൻ്റെ മേലെ കൂടി ആ വാഹനം പോയിട്ടുണ്ട് എങ്കിൽ പിന്നെ ദുഃഖമായി, അയ്യോ എൻ്റെ ദേഹത്തെ കൂടിയാണല്ലോ ആ വാഹനം പോയത് എന്നൊക്കെ. അപ്പോൾ നിഴലിൻ്റെ നീളം, വണ്ണം, ഇങ്ങനെയൊക്കെ ഇവയാലൊക്കെ ബാധിതരായിട്ട് അത് കാണുമ്പോഴോ അയ്യോ ഇത്രയും പൊക്കം വെച്ചോ എനിക്ക്, ഇത്രയും വണ്ണം വെച്ചോ എനിക്ക്, നിഴലിനെ കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ എത്രമാത്രം ഒരു വിഡിത്തമായിരിക്കും നമ്മൾ കാട്ടിക്കൂട്ടുക, അല്ലേ? അപ്പോൾ എന്താ വേണ്ടത്? ഛായയാണോ അല്ലെങ്കിൽ കായ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ശരീരമാണ്. ഛായയാണോ അത് കായമാണോ എന്നുള്ള ഒരു വിവേകം, ഛായ കായ വിവേകം വേണം,
അല്ലേ? ഛായ കായ വിവേകം, അതായത് ഇത് ശരീരമാണോ ഇത് നിഴലാണോ എന്നുള്ളൊരു വിവേകമെങ്കിലും അത്യാവശ്യം അതുണ്ടായിരിക്കണം. ഇത് നിഴലാണ്, ഇത് എൻ്റെ ശരീരമാണ്. അപ്പോൾ ഈ ഛായയെയാണ് ഞാൻ ഈ ശരീരമായിട്ട് തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ, ഒരിക്കലും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ നമ്മൾ ആ ഛായയെ ആശ്രയിക്കുമോ? കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞു കൊടുക്കും, മോനെ നിഴൽ കണ്ട് കളിക്കരുത് മോനെ, അത് നിഴലല്ല മോൻ നിഴലല്ല. അപ്പോൾ ഈ കുട്ടിക്ക് ഈ നിഴൽ കാണുമ്പോൾ ഒരു ഭയമൊക്കെ ആകും. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കൂലേ? അതെ. അപ്പോൾ ഇതുപോലെ ഒരിക്കൽ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ ആ ഛായയെ, ആ നിഴലിനെ ആശ്രയിക്കാനായിട്ട് പോകില്ല. ശരീരത്തിന് ഛായ ഇല്ലാതെ നിലനിൽക്കാം, അല്ലേ? പ്രത്യേക സാഹചര്യത്തിൽ ഛായ ഉണ്ടാകുന്നുവെങ്കിലും ഛായ ഇല്ലാതെ നിലനിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഒരു ശരീരത്തെ, ആത്മാവിൻ്റെ ഒരു ഛായ മാത്രമാണ് ഈ ശരീരം. ഈ ഛായയായിട്ടുള്ള ഈ ശരീരത്തെ, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഇതിനെ ഞാനാണെന്ന് ധരിക്കുകയാണ്. ഏതുപോലെയാണോ നിഴലിനെ ശരീരമാണ് എന്ന് ധരിക്കുന്നത്, അതുപോലെ തന്നെ ഈ ശരീരത്തെ ഞാൻ ആത്മാവാണ് എന്ന് ധരിക്കുകയാണ്. ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ശരീരമില്ലാതെയും നിലനിൽക്കാം, അല്ലേ? ശരീരമില്ലാതെയും ഞാനുണ്ട്. ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരിക്കലിത് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ പുനർന സംദത്ത, പിന്നെ ഒരിക്കലും അതുമായിട്ട് താതാത്മ്യപ്പെടില്ല. ഒരിക്കൽ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ വിവേകമുണ്ടായി, ഇതിൻ്റെ ഈ വ്യത്യാസം വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ ഒരിക്കലും, അല്ലേ, ഇത് നിഴലാണെന്ന് അറിഞ്ഞ ഒരുവൻ ഒരിക്കലും നിഴലിനെ ശരീരമായിട്ട് തെറ്റിദ്ധരിക്കുകയോ അല്ലെ നിഴലിൻ്റെ വ്യത്യസ്തതകളെ എനിക്കിതൊക്കെ ഇത്രയൊക്കെ മാറ്റം വന്നല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിക്കുകയോ ഒന്നുമില്ല, അല്ലേ? അതേപോലെ വളരെ ഗഹനമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതേപോലെ തന്നെയാണ് ഈ ആത്മാവിൻ്റെ ഛായയായിട്ടുള്ള ഈ ശരീരത്തെ ആത്മാവാണ് എന്നും പറഞ്ഞിരുന്ന് എന്തെങ്കിലുമൊക്കെ ഈ ശരീരത്തിന് സംഭവിക്കുമ്പോഴേക്കും എനിക്ക് വല്ലാത്ത ദുഃഖമാണ്, എനിക്ക് എൻ്റെ ബുദ്ധിക്ക് ഞാൻ വളരെയധികം കൺഫ്യൂസ്ഡാണ്, ഞാൻ വളരെയധികം ഞാനൊരു രോഗിയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ ഒരു ആത്മാഛായ വിവേകമില്ലാത്തത് കൊണ്ടാണ്. ആത്മാവിൻ്റെ ഛായ മാത്രമാണ് ഈ ഒരു ദേഹം. ഒന്നുകൂടി നമുക്ക് വായിക്കാം. ഛായേവ പുംസഃ പരിദൃശ്യമാനം ആഭാസരൂപേണ ഫലാനുഭൂത്യാ ശരീരമാരാച്ഛവവത് നിരസ്തം പുനർന സംധത്ത ഇദം മഹാത്മാ. ഇന്ന് നമ്മളെടുത്ത ശ്ലോകങ്ങൾ, അതായത് 412 മുതൽക്ക് 3 ശ്ലോകം ഒന്ന് വായിച്ചിട്ട് നമുക്ക് നിർത്താം. അജരം എന്നുള്ളതും തുടങ്ങാം. അജരമമരമസ്താഭാവവസ്തു സ്വരൂപം സ്ഥിമിതസലിലരാശി പ്രഖ്യമാഖ്യാവിഹീനം ശമിതഗുണവികാരം ശാശ്വതം ശാന്തമേകം ഹൃദി കലയതി വിദ്വാൻ ബ്രഹ്മപൂർണം സമാധോ സമാഹിതാന്തഃകരണസ്വരൂപേ വിലോകയാത്മാനമഖണ്ഡവൈഭവം വിച്ഛിന്തിബന്ധം ഭവഗന്ധഗന്ധിതം യജ്ഞേന പുംസ്ത്വം ഫലസഫലീകുരുഷ്വ സർവോപാധിവിനിർമുക്തം സച്ചിദാനന്ദമദ്വയം ഭാവയാത്മാനമാത്മസ്ഥം ന ഭൂയ കൽപ്പസേധ്വനേ. ഛായേവ പുംസഃ പരിദൃശ്യമാനം ആഭാസരൂപേണ ഫലാനുഭൂത്യാ ശരീരമാരാച്ഛവവത് നിരസ്തം പുനർന സംദത്ത ഇഹം മഹാത്മാ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.